കോൺഗ്രസ് എമ്മിന്റെ നിലപാടിനെ ഒരു പടി കൂടി മറികടന്ന CPI. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ കൊന്നു ഭക്ഷിക്കാൻ കർഷകരെ അനുവദിക്കണമെന്നാണ് CPI ഭരിക്കുന്ന കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദിന്റെ അഭിപ്രായം. ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും അതുപോലെ കർഷകരുടെ കൃഷിഭൂമിയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ വന്യമൃഗങ്ങളെയും തുരത്താൻ കർഷകരെ അനുവദിക്കണമെന്നും കൃഷി മന്ത്രി ആവശ്യപ്പെട്ടു. വനത്തിന്റെ അതിർത്തി ഭേദിച്ച് പുറത്തിറങ്ങുന്ന എല്ലാ വന്യമൃഗങ്ങളെയും കൊല്ലണമെന്നായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം. അതിൽ നിന്നും ഒരു പടി കൂടി കടന്നാണ് CPI മന്ത്രിയുടെ ആവശ്യം. കാടിറങ്ങി വരുന്ന കാട്ടുപന്നികളെയൊക്കെ കൊന്നു തിന്നണമെന്ന ആവശ്യവുമായാണ് കൃഷി വകുപ്പ് ഭരിക്കുന്ന CPI-കാരനായ മന്ത്രിയുടെ രംഗപ്രവേശം. ഇതിനാവശ്യമായ നിയമ ഭേദഗതികൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും മന്ത്രി P. പ്രസാദ് ആവശ്യപ്പെട്ടു. ദീപികയിൽ സംഘടിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പത്രാധിപ സമിതി അംഗങ്ങളോട് സംസാരിച്ചപ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. നാളിതുവരെ ദേശീയ പാർട്ടി ആയിരുന്ന CPI-ക്ക് ഇതുവരെയായിട്ടും പാർലമെന്റിൽ ഈ കാര്യം പറയാൻ സാധിച്ചിട്ടില്ല. ഇത്രയും നാളുകൾക്കിടയിൽ ആദ്യമായാണ് CPI ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. കൃഷിക്കാർക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിലുള്ള ജനരോക്ഷം ഭയന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ കൃഷി മന്ത്രിയെ പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വ്യവസായി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ അതിന്റെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം ആ വ്യവസായിക്കുണ്ട്. എന്നാൽ ഒരു കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് വില നിയന്ത്രിക്കാനോ നിശ്ചയിക്കാനുള്ള അധികാരം ആ കൃഷിക്കാരനില്ല. അതായത് സ്വന്തം ഉൽപ്പന്നങ്ങളുടെ മേൽ യാതൊരുവിധ അധികാരവും അവകാശവും ഇല്ലാത്തവരാണ് ഇവിടുത്തെ കർഷകർ. ഇതാണ് കാർഷിക മേഖലയുടെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം. ഇതിന് മാറ്റം വരണമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിവും പ്രാപ്തിയും ഉള്ളവർ കൃഷി വകുപ്പ് ഭരിച്ചെങ്കിൽ മാത്രമേ കർഷകർക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുകയുള്ളൂ. വെറുതെ ആദർശം പറഞ്ഞുകൊണ്ടിരുന്നാൽ കൃഷിക്കാരുടെ കൈകളിലേക്ക് ഒന്നും എത്തില്ല. വന്യമൃഗങ്ങളുടെ വിഷയത്തിൽ കേരള കോൺഗ്രസ് എം ഡൽഹിയിൽ സമരം ചെയ്തപ്പോൾ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നു തിന്നാനുള്ള അനുവാദം കർഷകന് നൽകണമെന്ന് പറയാൻ കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കുക തന്നെ വേണം. വെടിവെച്ചു കൊല്ലുന്ന കാട്ടുപന്നിയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയുന്ന പ്രാകൃത രീതിയാണ് ഇപ്പോഴും വനം വകുപ്പ് തുടർന്നു പോരുന്നത്. എന്നാൽ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ കൊന്ന് അതിന്റെ മാംസം ലേലം ചെയ്ത് വിൽപ്പന നടത്തിയാൽ അതുവഴി സർക്കാരിനും ഒരു നല്ല വരുമാനം ലഭിക്കുന്നതാണ്. എന്നാൽ ഇക്കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ കഴിവുള്ള ഭരണകർത്താക്കളില്ല എന്നതാണ് നമ്മുടെ നാട് നേരിടുന്ന പ്രധാന വെല്ലുവിളി.